ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവരാത്ത വിവരങ്ങൾ ലഭിക്കാൻ വീണ്ടും അപ്പീൽ ലഭിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം. ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഈ മാസം 9 നടക്കും. റിപ്പോർട്ട് പുറത്തുവരാൻ 4.5 കൊല്ലം വൈകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിവരാവകാശ കമ്മീഷനാണ് എന്നും അബ്ദുൽ ഹക്കീം പറഞ്ഞു. അത് സംബന്ധിച്ച് കമ്മീഷനൊരു സെക്കൻഡ് അപ്പീൽ ലഭിച്ചിട്ടുണ്ട്. ഈ മാസം 9 നമ്മൾ അതിനെ ഹിയറിംഗ് വിളിച്ചിട്ടുണ്ട്. അപേക്ഷകരെ സെക്കൻഡ് അപ്പീൽ തന്നിട്ടുള്ളവർ ആ ഹിയറിംഗ് നടക്കാനിരിക്കുന്ന വിഷയമായതുകൊണ്ട് കമ്മീഷൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. 4.5 കൊല്ലം ഈ വിവരം പുറത്തു വരാതിരുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മാത്രമാണ്. കമ്മീഷനാണ് പറഞ്ഞത് ആ വിവരം ജനങ്ങളുടെ അറിവിലേക്ക് പുറത്തു കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് പിന്നെ കൊടുക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നില്ല. ഇപ്പോൾ കമ്മീഷൻ പറഞ്ഞു അത് ഇപ്പോൾ പുറത്ത് കൊടുക്കാം. നിയമപ്രകാരമേ കൊടുക്കാൻ പറ്റൂ. നിയമം എന്താണ്? വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാത്തതും വ്യക്തികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വിവരങ്ങൾ കൊടുക്കാമെന്നാണ്. അത് ആക്ട് അങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഇപ്പോൾ തന്റെ മുൻഗാമികളുടെ പിഴവിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യം വിവരാവകാശ കമ്മീഷന്റെ മുന്നിലുണ്ട് അല്ലേ? എറണാകുളം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരാത്ത പേജുകൾ, ആ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെക്കൻഡ് അപ്പീൽ കമ്മീഷന് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 9 ഒരു ഹിയറിംഗ് നടക്കുന്നുണ്ട്. അതിനുശേഷമാകും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തീരുമാനങ്ങളും നടപടികളും ഉണ്ടാവുക. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, അതാണ് ഏറ്റവും പ്രധാനം. ഈ റിപ്പോർട്ട് 4.5 വർഷക്കാലം പുറത്തു വരാതിരുന്നതിൻ്റെ കാരണവും ഈ കമ്മീഷൻ തന്നെയാണ്, വിവരാവകാശ കമ്മീഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്ന സംഭവത്തിൽ ഇടപെടൽ നടത്തിയതും മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ്. സ്വാഭാവികമായും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന കോഴിക്കോടുണ്ടായ ഒരു പരിപാടിയിലും അദ്ദേഹം നടത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തോട് വ്യക്തിപരമായി ഇത് മുൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുന്ന നിലയിലാണോ എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു കുറ്റപ്പെടുത്തലിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നത് 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് കമ്മീഷന്റെ തീരുമാനപ്രകാരമാണ്. ഇത് പുറത്തുവിടേണ്ടതില്ല എന്ന തീരുമാനം എടുത്തത് വിവരാവകാശ കമ്മീഷൻ തന്നെയാണ്. ഇപ്പോൾ കമ്മീഷൻ ഇടപെട്ട് തന്നെയാണ് ഈ വിവരം പുറത്തു വന്നിരിക്കുന്നതും. അദ്ദേഹം സർക്കാരിന് ഇതിലൊരു പ്രതിസ്ഥാനത്തേക്ക് നിർത്തുന്ന നിലയിലുള്ള ചർച്ചകൾ ഒരുപാട് നടന്നിരുന്നു. അത് തള്ളിക്കളയുന്ന നിലയിൽ സർക്കാരിനെ സേഫാക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. വിവരാവകാശ കമ്മീഷൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് സർക്കാരിന് മറ്റു വഴികളില്ലായിരുന്നു, അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാരും ഇടപെടാതിരുന്നത് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. നമ്മൾ ചോദിച്ചതുപോലെ മുൻ കമ്മീഷനെ നിലവിലെ കമ്മീഷണർ കുറ്റപ്പെടുത്തുകയാണോ, അവർക്ക് നേരെ ആരോപണം എറിയുകയാണോ എന്ന നിലയിലൊരു ചോദ്യം ചോദിച്ചാൽ അത്തരത്തിലൊരു പ്രതികരണത്തിലേക്ക് ഡയറക്റ്റ് അദ്ദേഹം പോയിട്ടുമില്ല എന്ന് വേണം പറയാൻ. സ്മൃതി. ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.